ഈ കഴിഞ്ഞ 7-8 വർഷക്കാലത്തെ അതിജീവിതയുടെ നിയമ പോരാട്ടങ്ങൾക്ക് ഒരു നാന്ദി കുറിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയ്ക്ക് അതിന്റെ ജഡ്ജ്മെന്റ് വരാൻ പോവുകയാണ്. അതിന്റെ ഒരു ഫൈനൽ വേർഡിക്റ്റിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. 11 മണിയോടുകൂടി ജഡ്ജി ഹണിയം വർഗീസ് അവരുടെ ക്യാബിനിലെത്തും. അതിനുശേഷം കോടതി ഹാളിൽ ഈ മുഴുവൻ പ്രതികളും 10 പേരും ഇന്ന് ഹാജരാക്കണമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ഓർഡറിൽ കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും 11 മണിയോടുകൂടി കോടതി നടപടിക്രമങ്ങൾ തുടങ്ങുമ്പോൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ കൺവിക്ഷനുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അക്വിറ്റലുമായി ബന്ധപ്പെട്ടുമുള്ള പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളാണ് ഉണ്ടാവുക. ശിക്ഷാവിധി മറ്റൊരു ദിവസമായിരിക്കും എന്നുള്ളതാണ്. ഇന്ന് നമുക്കറിയാം, ഈ കഴിഞ്ഞ 7-8 വർഷക്കാലം വിവിധ ഘട്ടങ്ങളിലൂടെ, അതിസങ്കീർണമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു കേസിന്റെ അന്തിമഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ പ്രതിഭാഗവും ഉന്നയിച്ച വിശദമായ വാദങ്ങളുണ്ട്. കുറേ അധികം കാലം സാക്ഷി വിസ്താരം ഉൾപ്പെടെ ദിവസങ്ങളോളം, മാസങ്ങളോളം, ആഴ്ചകളോളം നീണ്ടുപോയ വലിയ കേസ് എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായും അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും ഇതിനകത്ത് ഒരു ജഡ്ജ്മെന്റിലേക്ക് എത്തുക? 1 മുതൽ 10 വരെയുള്ള പ്രതികൾ ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള, നേരത്തെ 2-3 പേരെ മാപ്പ് സാക്ഷികളാക്കുകയും 2 പേരെ വെറുതെ വിടുകയും ഒക്കെ ചെയ്ത് 15-ൽ നിന്ന് 10-ലേക്ക് എത്തി. അതിനുശേഷം പിന്നീട് ആ കേസിൽ ഇന്നിപ്പോൾ ഈ 10 പേരെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ എന്താണ് ജില്ലാ കോടതിയുടെ ഒരു ഫൈനൽ വേർഡിക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന് ജില്ലാ കോടതിയെ സംബന്ധിച്ച്. നോക്കും, നമുക്ക് നേരത്തെ ഷാദ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറേ ഒരു 10 വർഷത്തിന് താഴെ ഒരു അതിജീവിത അവരുടെ നിയമ പോരാട്ടത്തിൽ കൃത്യമായി തന്നെ സ്റ്റാൻഡ് എടുത്ത് ബോൾഡായ നിലപാടെടുത്ത് അതിനകത്ത് കുറേ അധികം പ്രതിസന്ധികളുണ്ടായും അതെല്ലാം തരണം ചെയ്ത് നോക്കൂ, നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട കോടതിയുടെ വിചാരണ നടപടികളിൽ പോലും 1-2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ വരെ ഈ കേസിന്റെ മുന്നോട്ടു പോക്കിനെ വലിയ രൂപത്തിൽ അത് ബാധിക്കുന്നു, ഇതിന്റെ നടപടിക്രമങ്ങൾ ബാധിക്കുന്നു എന്നുള്ള നിലയ്ക്ക് ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും കോടതിയിൽ തന്നെ ഒരു അഫിഡവിറ്റ് നൽകുകയും ഒക്കെ ചെയ്ത് അതിനകത്ത് നിന്ന് മാറിപ്പോകുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് ഇപ്പോഴുള്ള ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അജകുമാർ, അദ്ദേഹം ഇതിന്റെ അന്തിമ ഘട്ടം വരെ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ കോടതിയിൽ എത്തും, മാധ്യമങ്ങളെ കാണും എന്നതുൾപ്പെടെയുള്ള പ്രതീക്ഷയും നമ്മൾ ഈ ഘട്ടത്തിൽ പങ്കുവെക്കുകയാണ്. എന്തായാലും നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു ഘട്ടത്തിലും ഈ കേസുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കുറേ അധികം ആളുകൾ ഇപ്പുറത്ത് പ്രതിപട്ടികയിൽ നിൽക്കുമ്പോൾ ഒരു പ്രിവിലേജ്ഡ് അക്യൂസ്ഡ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ മാധ്യമ റിപ്പോർട്ടിങ്ങിന് പോലും അത് തടയണമെന്നുള്ള ആവശ്യം പോലും, അങ്ങനെ ഒരു ഗേഗ് ഓർഡർ പോലും കോടതിയിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ ഈ പ്രിവിലേജ്ഡ് അക്യൂസ്ഡ് ആയ ആളുകൾക്ക് കഴിഞ്ഞു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വശത്ത് ഉണ്ടായിരിക്കെ തന്നെ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് അതെല്ലാം മറികടന്ന് ഈ നേരത്തെ നമ്മുടെ മീഡിയാവണിനോട് തന്നെ സംസാരിച്ച അഭിഭാഷക മിനി ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ കോൺഫിഡൻസോടുകൂടി, വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഇന്ന് കോടതിയിലേക്ക് എത്തുകയും ഇത് പോസിറ്റീവായ ഈ അതിജീവിതയ്ക്ക് നീതി കിട്ടുന്ന, കഴിഞ്ഞ നാളുകളിലെ പോരാട്ടങ്ങൾക്ക് നീതി കിട്ടുന്ന ഒരു വേർഡിക്റ്റ് ആയിരിക്കും ഇന്ന് 11 മണിയോടുകൂടി ജില്ലാ ജഡ്ജി ഹണിയം വർഗീസ് പ്രൊനൗൺസ് ചെയ്യുക എന്നാണ് അവരുടെ ഒരു ആത്മവിശ്വാസം. നമ്മളും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നീതി കിട്ടുന്ന വിധി പ്രസ്താവം ഇന്നുണ്ടാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരു ക്രൈം ഉണ്ടായാൽ ആ ക്രൈമിൽ പങ്കെടുത്ത ആളുകളെ മാത്രം ശിക്ഷിക്കലല്ല വേണ്ടത്, അതിന്റെ ആസൂത്രകരാരായിരുന്നു എന്ന് കണ്ടെത്തുക. അവർ വൻകിടക്കാരാണെങ്കിൽ അവരെ ശിക്ഷിക്കാൻ കഴിയുക എന്നതാണ് നീതിന്യായ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ വിജയവും അർത്ഥവും. അതാണ് നമ്മളിവിടെ ഉറ്റുനോക്കുന്നത്. പൾസർ സുനിക്ക് ജീവപര്യന്തം കിട്ടുമോ എന്നതല്ല, മറിച്ച് പൾസർ സുനിയെ കൊണ്ട് ഇത് ചെയ്യിച്ച കേന്ദ്രം ഏതാണ്? പൾസർ സുനിക്ക് ജാമ്യം കിട്ടാൻ ഏറ്റവും വലിയ മുന്തിയ കോടതിയിൽ പോയി പണമിറക്കിയതാരാണ്? ഇപ്പോൾ ആഡംബരക്കാരിൽ കറങ്ങി നടന്ന് ഇൻസ്റ്റഗ്രാം റീലുകൾ ചെയ്യുന്ന സുനിക്ക് പണം പമ്പ് ചെയ്യുന്നത് ആരാണ്? മൊഴി മാറ്റിയ വലിയ താരങ്ങൾക്ക് പണം കൊടുത്തത് ആരാണ്? എന്താണ് ഈ കേസിനെ വലിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കാൻ, പലതരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടത്താൻ കാശിറക്കിയത് ആരാണ്? ആരായിരുന്നു ഇതിന്റെ ബുദ്ധികേന്ദ്രം? ആരായിരുന്നു ഇതിന്റെ പ്രഭവ കേന്ദ്രം? ആരായിരുന്നു ഇതിന്റെ ആസൂത്രണ കേന്ദ്രം? അതിനെ ശിക്ഷിക്കുമോ? ഇന്ത്യയിലെ വലിയ പ്രമാദമായ എല്ലാ കേസിലെയും ചോദ്യം ഈ ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് ഈ കേസിന്റെ ഏറ്റവും